ഈ കറിവേപ്പിലിൻ്റെ ഫ്ലവേഴ്സ് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇത് എൻ്റെ സ്വന്തം അറിവല്ല, ഇതെനിക്ക് അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാ തിന്നാമെന്നൊക്കെ ഒരു ശ്രുതി കേൾക്കുന്നു, എനിക്കറിയില്ല. അമ്മ പറഞ്ഞു തന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പിന്നെ ലീഫ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ, ഇങ്ങനെ ഈ കറിവേപ്പ് പൂത്ത് കായ്ക്കുന്നത് വീടിന് ദോഷമെന്ന് പറയുന്നു. അതും കൂടെ കൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് കളയുന്നത്. ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാനിത് കാണുമ്പം കട്ട് ചെയ്ത് കളയാറുണ്ട്. നമുക്ക് കുറച്ച് സാരീസ് കാണിച്ചാലോ? കമാൺ. നമുക്ക് ഇന്ന് കുറച്ച് ഷിഫോൺ സാരിയുടെ കളക്ഷൻസ് കാണാം. ഈ സാരി എങ്ങനെയുണ്ട്? ഇതെൻ്റെ അമ്മയുടെ സാരിയാണ്. അമ്മ ഇത് ഒരുപാട് ഉടുത്തിരുന്ന സാരിയാണ്. ഈ സാരിയിലൊക്കെ അമ്മയെ കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇത് ചിത്തി അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത സാരിയാണെന്ന് തോന്നുന്നു, ഇത്ര ഒരു ഉറപ്പില്ല. ഇതെനിക്ക് അമ്മ വാങ്ങിച്ചു തന്ന സാരിയാ. ഇങ്ങനെയുണ്ട്. ഇത് ചിത്തി അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത സാരിയാ. ഇതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് അമ്മ ഒരുപാട് ഉടുത്തിട്ടുണ്ട്, ഞാനും ഉടുത്തിട്ടുണ്ട്. ഇത് ഓൾഡ് ഫാഷൻ ആണെങ്കിലും ഇപ്പോഴും ഇത് ട്രെൻഡിങ് ആണ്. ഇതെൻ്റെ കുഞ്ഞിലെ തന്നെ അമ്മയ്ക്ക് ചിത്തി ഗിഫ്റ്റ് കൊടുത്ത സാരിയാണ്. ചിത്തി ഗൾഫിൽ നിന്ന് വരുമ്പോൾ ചിത്തി കൊടുത്തിട്ടുള്ള സാരിയാണ്. പക്ഷെ ഇപ്പോഴും അത് അമ്മയുടെ ഉണ്ടായിരുന്നു. അമ്മ പോയതിന് ശേഷവും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഈ സാരിക്ക് ഞാനും അണ്ണനും തമ്മിൽ അടിയിട്ടിട്ടുണ്ട്. ഇത് ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ അമ്മ. ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ചേട്ടൻ ഈ സാരി കണ്ടിട്ടുണ്ടോ? അമ്മ കൊടുത്തിട്ടാണോ? കൊടുത്തിട്ടുണ്ടല്ലേ? ഈ സാരി ഇഷ്ടമാണോ? ഇതും അമ്മയുടെ ഒരു സാരിയാണ്. പക്ഷെ ഇതൊന്നും ഈ അമ്മയുടെ സാരി ഒന്നും ഞാനിപ്പോൾ ഉടുക്കാറില്ല. എന്തോ ഇത് അതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കണം എന്നുള്ള ഒരു തോന്നലാണ്. അതാണ് ഇതൊന്നും ഞാനിപ്പോൾ ഉടുക്കാറില്ല. വളരെ ചെറിയ ഒരു കളക്ഷൻ എടുത്തിട്ടുള്ളൂ. ഇനിയും ഉണ്ട് സാരി, അത് ഞാൻ പുറകാലം നിങ്ങളെ കാണിക്കാം. ഇതും അമ്മയുടെ ഒരു സാരിയാണ്. ഇത് അമ്മയുടെ സാരിയാ. ഇതോ ഇത് 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 അമ്മ എനിക്ക് തന്ന സാരിയാ. ഇത് അമ്മയുടെ സാരിയായിരുന്നു, അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയാ. പക്ഷെ ഇത് ഒരു വിഷുവിൻ്റെ അന്ന് അമ്മ പറഞ്ഞ് ഇത് ഉടുത്തോണ്ട് പോകുന്നു പറഞ്ഞിട്ട് ഇതെനിക്ക് അമ്മ തന്ന സാരിയാ. ഇത് അമ്മയെ ഉടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ബ്ലൗസ് ഞാൻ വിത്ത് ബ്ലൗസ് ആയിരുന്നു, അത് എനിക്ക് അമ്മ തയ്ച്ചു തന്നത്. ഒരു വിഷുവിന്, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വിഷുവിന് ഇതെനിക്ക് അമ്മ ഉടുക്കാൻ തന്ന സാരിയാ. ഇത് കണ്ടിട്ടുണ്ടോ അമ്മ ഉടുത്ത്? കണ്ടിട്ടുണ്ടോ? ഈ സാരി കൊള്ളാം. പക്ഷെ ഇതിപ്പോ അല്ല, ഇതാ ഇതിന്റെ സെയിം കളറാ. ഇത് കളർ മങ്ങിയിട്ടില്ല, ഒത്തിരി പഴക്കമുണ്ട്. ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കുവാ, ഒത്തിരി പഴക്കമുണ്ട് ഈ സാരിയൊക്കെ.
ഞാൻ കുറച്ച് കളക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതും അമ്മ ഒരുപാട് എടുത്തിട്ടുള്ള സാരിയാ. ഈ സാരി കണ്ടിട്ടുണ്ടോ? കൊള്ളാം, കൊള്ളാം. ഞാൻ ഉടുത്തിട്ടില്ല, പക്ഷെ എനിക്കിപ്പോ ഇത് ഉടുക്കാൻ തോന്നുന്നില്ല. ഇതെനിക്ക് ഇങ്ങനെ സൂക്ഷിക്കാനാ തോന്നുന്നത്. ഇതും അമ്മയുടെ ഒരു സാരിയാ. പക്ഷെ അമ്മ അധികവും ചിലപ്പോൾ വീട്ടിൽ ഉടുക്കാനൊക്കെ എടുക്കും. അങ്ങനെ ചിലപ്പോൾ ചില സാരികളൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി 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 ഇഷ്ടമുള്ള സാരികളുണ്ടായിരുന്നു. ഞാനും അണ്ണനുമായിട്ട് അതിന് തർക്കവും ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം വരുമ്പോഴെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ആ സാരികളൊക്കെ അമ്മ ചിലപ്പോൾ വീട്ടിൽ ഉടുത്ത് ഉടുത്ത് കുറേ പോയിട്ടുണ്ട് അങ്ങനെ. ഇത് വേറൊരു സാരി. കൂടുതൽ വൈറ്റില് പുള്ളിയുള്ള സാരികൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഒരു ബ്രൗൺ കളറ് പൊട്ട് പോലെ ഉള്ള കുറേ സാരികൾ ഉണ്ടായിരുന്നു അങ്ങനെ. അതൊക്കെ പോയി. ഇതൊരു സാരി. ഇന്നൊരു വൈറ്റ് വെച്ചിട്ടുണ്ട്. ഇത് പക്ഷെ ഒരുപാട് ഫെയ്ഡായിപ്പോയി. ഈ സാരി ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇത് ഒരുപാട് ഫെയ്ഡായിപ്പോയി. പക്ഷെ ഇത് ആദ്യകാല സമയം ഇത് എന്ത് നല്ല സാരിയായിരുന്നറിയോ? വളരെ നൈസായിട്ട്. ഇതാണ്ട് ഈ ഒരു മജന്ത കളറിലെ ബ്ലൗസ് ആയിരുന്നു അമ്മ ഇട്ടുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ ചേട്ടന്? ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ ഇപ്പോൾ? ഇപ്പൊ അമ്മയുടെ കളക്ഷൻ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ചിത്തിയുടെ കളക്ഷൻ നോക്കിയല്ലോ, ചിത്തി തന്നെ. ഇനിയും കുറച്ച് ചിത്തിയുടെ കളക്ഷൻസ് കാണാം. ചിത്തി ഗൾഫിൽ നിന്ന് വരുമ്പോൾ കുറേ ഷിഫോൺ സാരിയുടെ കളക്ഷൻസ് ഉണ്ട്. ചിത്തിരയിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ കുറേ നല്ല സാരി കൊണ്ടുവരുമ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ചേരുന്ന ഏതാ, എനിക്ക് ചേരുന്ന ഏതാ നോക്കി ചിത്തി മനസ്സിലിങ്ങനെ വെച്ചേക്കും. എന്നിരുന്നാലും ഞങ്ങളെ വിളിക്കും, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ എടുക്ക്, അങ്ങനെ എടുക്കും. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ചിത്തി ഇപ്പം വയ്യാതൊക്കെ കിടന്നു കഴിഞ്ഞപ്പം ഞാൻ ചെന്നപ്പോൾ എടുത്ത് കുറേ കളക്ഷൻസ് എടുത്തിട്ട് നീ ആ കാട്ടിനകത്ത് കുറച്ച് സാരി ഇരിപ്പുണ്ട്, എടുത്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞെടുത്ത് കിട്ടിയ സാരിയായത്. അപ്പോൾ ഞാൻ പറഞ്ഞ ചിത്തി എനിക്ക് കുറച്ച് സാരി എടുത്തായിരുന്നു ഒന്ന്. അങ്ങനെ എടുത്തതിലുള്ളതാണ് ഈ സാരിയൊക്കെ. അങ്ങനെ എടുത്തതിലുള്ളതാണ് ഒന്നിത്. ഇത് പണ്ടത്തെ ഒരു മോഡലായിരുന്നു. ഒരു ചുവപ്പ്. ഇതിന്റെ ഒരു നേരത്തെ ഒരു ചുവപ്പ് കണ്ടില്ലേ? ഏതാണ്ട് ഈ ചുവപ്പ് കണ്ടില്ലേ? ഇത് അമ്മയ്ക്ക് നേരത്തെ കൊടുത്താ ചിത്തി. ഇത് ഇപ്പൊ ലാസ്റ്റ് ചിത്തിയുടെ ബാക്കി ഇരുന്ന കളക്ഷൻസിൽ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിത് കണ്ടപ്പോ എനിക്ക് ഒരു വെറൈറ്റി ചുവപ്പല്ലേ, ഇത് ഞാൻ എടുത്തോളാം ചിത്തി എന്ന് പറഞ്ഞ എടുത്ത്. എനിക്ക് ഏത് വേണേലും എടുത്തു എന്ന് പറയുമായിരുന്നു. ഇത് കൊള്ളാവോ? ഇത് കൊള്ളാവോ? ഇത് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് മറ്റേ ഇത് ചില്ലി റെഡ് ആണെന്ന് തോന്നുന്നു, അല്ലേ? ബാവേ, ഇത് ചില്ലി റെഡ് ആണോ അതോ അതാ ചില്ലി റെഡ്? ഇത് ബ്ലഡിന്റെ കളറാണെന്ന് തോന്നുന്നു, അല്ലേ? പക്ഷെ എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം ഈ സാരി ഉടുക്കുന്ന ഈ റെഡ് ഉടുക്കുന്ന എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം. കൊറേ ഉണ്ട്. അല്ല, വൈറ്റ് സ്പോട്ട് അതിലും ഉണ്ട്, പക്ഷെ ഇതിനൊരു തെളിച്ചം കൂടുതൽ. പിന്നെ ഇതാണെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാരിയായിരുന്നു. ഇത് ചിത്തിയുടെ സാരിയാണ്, പക്ഷെ അമ്മൂമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാരിയായിരുന്നു. ഇത് ഞാൻ ഉടുത്തിട്ടില്ല. കൊള്ളായത്. ഇതാണെങ്കിൽ വെയിറ്റേ ഇല്ല. അതുകൊണ്ട് വെയിറ്റേ ഇല്ല ഈ സാരിക്ക്. ചുമ്മാ നമ്മളൊരു പേഴ്സിൽ പോലും മുടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരി. വെയിറ്റേ ഇല്ല. ഇതെന്തുവന്ന്? ഇത് ചിത്തിയുടെ ഫ്രണ്ട് ഒരു ആരാണെന്ന് എനിക്കറിയത്തില്ല. ചിത്തി പറഞ്ഞ ഞാൻ ഈ ഷിഫോൺ സാരിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവര് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുമെന്ന്. അങ്ങനെ ഏതോ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്ത് കൊടുത്തതാ ഇങ്ങനെ. ഇത് ഞാൻ ഉടുത്തിട്ടില്ല. കണ്ടത് ഇങ്ങനെ അതിന്റെ പല്ലൂല് ഇങ്ങനെ വർക്ക് ചെയ്തു. പിന്നെ ഈ സൈഡില് ഇത് ഞാൻ ഉടുത്തിട്ടില്ല. ചേട്ടാ ഈ സാരി കണ്ടിട്ടുണ്ടോ? ഞാൻ ഉടുക്കാത്തത് കൊണ്ട് കണ്ടിട്ടില്ല. അപ്പൊ ഈ സാരി എല്ലാം കൂടി ഇപ്പൊ കൂട്ടിയിടുമ്പോൾ ചേട്ടൻ വിചാരിക്കുന്നത് എന്തുമായിരിക്കും? ഇതൊക്കെ ഇവള് ഇന്നലെ പോയി എടുത്ത സാരി ആയിരിക്കും എന്നാ, അല്ലേ? പിന്നെ അതെങ്ങനെ അറിയാം? ഇത് ഞാൻ ഉടുത്തിട്ടില്ലല്ലോ. ഇത് ഉടുത്തിട്ടില്ല. വേണ്ടേ? ഇതിനെ ഉടുക്കണം. അങ്ങനെയുണ്ടോ? ഇതിന്റെ
ഇതിന്റെ മുന്താണിയുണ്ട്. ഇതിന്റെ മുന്താണിയാണ് ഇതിന്റെ വെറൈറ്റി. കണ്ടോ, അതിന്റെ നടുക്ക് വന്നിട്ടൊരു പൂ കണ്ടോ, രസമുണ്ടോ? ഓക്കെ. പിന്നെ ഇത് കലങ്കാരി മോഡല്. പക്ഷെ ഇപ്പൊ ഇത് ട്രെൻഡിങ് ആണ്. ചിത്തിടയിൽ ഇത് നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു എന്താ പറയണ്ടേ. എനിക്കുണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇത് പക്ഷെ ഇപ്പൊ ട്രെൻഡിങ് ആണിത്. ഇത് പിന്നെ ബ്ലൗസ് എങ്ങനെ ഇടുന്നു എന്നുള്ളതും കൂടി ഇരിക്കും. ബ്ലൗസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ തയ്ച്ചിടുന്നു എന്നും കൂടെ ആയിരിക്കും ഈ സാരിയുടെ. ഇത് വേറൊരു ബ്ലാക്കില്. ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് കലങ്കാരി അല്ല, പക്ഷെ ഈ ബോർഡർ വന്നിട്ട് ബ്ലാക്ക് സ്പോട്ട്. ഇത് കണ്ടിട്ടുണ്ടോ? ചിത്തി ഉടുത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ചിത്തിയുടെയും കളക്ഷൻസ് ഇന്ന് രണ്ടുപേരും, ചിത്തിയുടെയും അമ്മയുടെയും കളക്ഷൻസ് ഇന്ന് ഇത്രയേ ഉള്ളൂ കാണിക്കുന്നത്. ഇനിയിപ്പൊ എന്റെ കളക്ഷൻസ് കാണിക്കാം. ഇനി എന്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാം. ഇത് മാത്രമല്ല, ഇതിപ്പോ ഒരുപാട് കാണിക്കാൻ പറ്റുന്നത് കുറച്ചെടുത്ത്. ഇതിൽ ചേട്ടൻ കണ്ടിട്ടുള്ള സാരി ഏതാന്ന് പറയണേ. ഇത് കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിട്ടില്ലേ? ഈ സാരി ഉടുത്ത് കണ്ടിട്ടില്ല? അയ്യോ, ഇതിലൊരു ഷോർട്സ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം. ഞാൻ ഉടുത്ത സാരി കട്ട് ചെയ്തതാണ്. കൊള്ളാം. കട്ട് ചെയ്യാതാണോ പറഞ്ഞത്? ഇതെന്തുവാ ചേട്ടാ, ഞാനിത് ഉടുത്ത് കണ്ടിട്ടില്ലേ ചേട്ടാ? കൊള്ളാം. ഇതിലൊരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഈ സാരി കൊള്ളാവേ? കൊള്ളാം. ഇതിൽ ഞാൻ ബ്ലാക്ക് ബ്ലൗസ് ആണ് ഇട്ട്. ഗ്രീൻ ആണെങ്കിലും ചേരും ഇല്ലേ? ഇതൊക്കെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാരിയാ. എന്താ, ഷിഫോൺ സാരി മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളേ. ഈ സാരി കണ്ടിട്ടുണ്ടോ? ഇത് കാണാൻ വഴിയുണ്ട്. ഇതിപ്പം നമ്മള് ആലപ്പുഴ പോയപ്പം എടുത്ത ഒരു സാരിയാ. അതിലൊരു സാരി ഇതാ. അപ്പം നമ്മൾ ഷോർട്സും ചെയ്തായിരുന്നു ഈ സാരിയിൽ. ചേട്ടനാണ് ബ്ലാക്കില് മഞ്ഞ കളറുള്ള ഒരു ഷർട്ട് ഇട്ട്. ഈ സാരി ഇഷ്ടമാണോ? ഈ സാരി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അയ്യപ്പാസിൽ റിഡക്ഷൻ വന്നപ്പോ എടുത്ത സാരി. ഇപ്പൊ ഈ സാരിയൊക്കെ കാണിക്കാമെങ്കിൽ ഇപ്പൊ ഈ സാരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ തോന്നും ഒത്തിരി വിലയുടെ സാരിയാണെന്ന്. ഇപ്പൊ ചിത്തിയുടെ കളക്ഷൻസ് അങ്ങനെയൊക്കെ അമ്മ ചിത്തി ഇച്ചിരി വില കൊടുത്ത് വാങ്ങിച്ചത് ആ സാരി തന്നെ ആയിരിക്കും. ഇത് പക്ഷെ 300, 400, 500 ആ റേഞ്ചിലുള്ള സാരികളാണ് കൂടുതൽ. പിന്നെ ചില ബ്രാൻഡഡ് സാരികൾ നമുക്ക് 1000-ന് മേളിൽ 1500 കൊടുക്കേണ്ടി വരും. എങ്കിലും അത് റയറാണ്. ഈ സാരി കണ്ടിട്ടുണ്ടോ? അതാ ഫസ്റ്റ് ഷോർട്സിൽ ഇട്ട സാരിയാണ്. അതായത് നമ്മുടെ അഞ്ജുവിന്റെ കല്യാണ ടൈമിന് ഞാൻ എടുത്ത് കൊടുത്ത സാരിയായത്. ഇത് ഇഷ്ടമാണോ? നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി കമന്റ്സ് കിട്ടിയ സാരിയാണിത്. ഇത് എവിടെ നിന്ന് എടുത്തതാ, ഇത് നല്ല സാരി എന്ന് പറഞ്ഞാൽ ഒത്തിരി കമന്റ്സ് കിട്ടിയ സാരിയായത്. ഒത്തിരി പേർക്ക് ഇഷ്ടമായ ഒരു സാരിയായത്. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് മിക്കവർക്കും അറിയായിരിക്കും. ഈ സാരി കാണുമ്പോഴേ അറിയായിരിക്കും. ഇത് ഇച്ചിരി ലേറ്റസ്റ്റ് ആയതുകൊണ്ട് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് അഞ്ചു ചോദിച്ചേക്കോ ബാബ ഈ സാരി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ടുണ്ടോ? ഇത് ഞാൻ ഉടുത്ത് കണ്ടിട്ടുണ്ടോ? പക്ഷെ എനിക്കിത് ഓർമ്മയില്ല ഞാൻ ഇതെന്നാ ഉടുത്തതെന്ന്. ഇങ്ങനെ അടുത്ത് ഇവിടെ കിടക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ? ഈ സാരി കൊള്ളാം. ഇനി നമ്മൾ ഷോർട്സ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാ. വാവ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, അച്ഛനും ഒരു ഷോർട്സ് മറ്റേ പഴയ പാട്ടിന്റെ. ഞാനിതിന്റെ പുതിയ ഞാൻ എടുത്തിട്ട് പോലും ഇല്ല, അതാ ഞാനിത് പൊട്ടിച്ച്. അപ്പോഴ് എനിക്ക് കൊടുക്കാനുള്ള സാരി പഴയ പാട്ട് അതിനെടുക്കാനായിട്ടാണ് ഞാൻ വെച്ചേക്കുവായത്. ഇതെങ്ങനെയുണ്ട്? കാരണം ഇത് ഇച്ചിരി ഇത് കാണുമ്പോൾ നമ്മള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീൻസ് അല്ലേ ഓർമ്മ വരുന്നത്. അന്ന് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുക. ഈ സാരി കൊള്ളാം. ഇത് ഇഷ്ടമാണോ? ഈ സാരി എങ്ങനെയുണ്ട്?
അല്ല, ഇത് നേരത്തെ എടുത്തു വെച്ചിരുന്നു, അമ്മയുള്ളപ്പോഴേ എടുത്തതാ. പക്ഷെ ഞാൻ ഇത് ഉടുത്തിട്ടില്ല. ഇത് നേരത്തെ എടുത്തു വെച്ചിരുന്ന, പക്ഷെ ഞാൻ ഇത് ഉടുത്തിട്ടില്ല. വേണോ? ഞാൻ ഉടുത്തിട്ട് പോരെ? ഈ സാരി കൊള്ളാം. ചേരുവോ? ചുമ്മാ മുഖത്ത് നോക്കി പറ, ചേരുവോ? കള്ളം പറയില്ലേ? ശരി. ഈ സാരി എങ്ങനെയുണ്ട്? അത് ഇതിപ്പോ എന്താ എടുത്താന്ന് ഉദ്ദേശം എന്ന് പറയട്ടെ. ഇതിപ്പോ നമ്മള് വീഡിയോസ് ചെയ്യുമ്പോഴേ ഇപ്പോ ഇത് നല്ല കളർഫുൾ അല്ലേ? ഭാവിക്ക് ഇഷ്ടപ്പെട്ടോ ഈ സാരി? അതുകൊണ്ട് ഞാൻ എടുത്തതാ. പണ്ട് അത്തയ്ക്ക് ഇങ്ങനെ ഒരു സാരി ഇല്ലായിരുന്നോ? അത് ഇച്ചിരി വലിയ പൂക്കളാ, മഞ്ഞയില് വലിയ വലിയ പൂക്കളാ. അതെന്റെ എവിടെയോ ഇരിപ്പുണ്ട്, ഇനി തപ്പി എടുക്കണം. എല്ലാം പൂക്കളാ. ഇത് പക്ഷെ ഇത് നമുക്ക് ഇപ്പോ വീഡിയോസ് നല്ല നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഈ സാരി നല്ല കളർഫുൾ ആയതുകൊണ്ടേ. തരുമോ? ആണോ? എല്ലാവരും ചെയ്യും. എന്നാ ഇത് കൊള്ളാം. ഇത് ഓക്കെ. ഇതുപോലത്തെ ഒരു സാരി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് പോയി, കീറി അങ്ങ് പോയി. അപ്പൊ ഇതിപ്പോ കണ്ടപ്പോ ഞാൻ വാങ്ങിച്ച. പിന്നെ എത്ര രൂപയെന്ന് പറയാമോ? എത്ര രൂപയെന്ന് പറയാമോ? അയ്യ, എങ്ങനെ അറിയാം ഇത് 250 ഇത്ര കറക്റ്റ്? ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടിട്ട് പറഞ്ഞല്ലേ. കള്ളം പറയില്ലേ എന്ന്. ഇത് 279 രൂപ. ഇതിന്റെ ശരിക്കുള്ള വില 385 രൂപയാണ്. അത് പക്ഷെ 279 രൂപയ്ക്കാ ഡിസ്കൗണ്ടിൽ കിട്ടിയ. അതുകൊണ്ട് ഞാനിത് എടുത്തിട്ട് പോലും ഇല്ല. ഇത് കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാ. കൊള്ളാം. ഈ കളർ ബ്ലൗസ് ഇടണം. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഈ നീല ചേരുവോ ഈ മഞ്ഞ ചേരുവോ? എനിക്ക് ഇത് കൊള്ളാമോ? ഇത് നമ്മൾ താണ്ട് ഈ കണ്ടത് ഒരു ലൈറ്റ് പിങ്ക്, ഇത് ലൈറ്റ് പിങ്ക്, ഇത് ഇതിന്റെ ഡാർക്ക്. ചേരുവോ? ചേരുവോ? എല്ലാം ചേരുവോ? ഓക്കെ. ഈ സാരി കൊള്ളാം. ഈ സാരി കൊള്ളാം. ഇവിടെ ഒരു സാമ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്ത സാരിയിലൊരു സാമ്യതയുണ്ട്. കൊള്ളാം, കൊള്ളാം. ഇതണ്ട് ഈ സാരി കണ്ട. ഇത് ഇച്ചിരി വലുത്. എന്റേത് ഇത് വലുത്, ഇത് അതിന്റെ ചെറുത്. പെട്ടെന്ന് ഒരുപോലെ തോന്നുമെങ്കിലും ഇത് ചെറിയല്ലേ. അപ്പൊ ഇതാണോ കൂടുതൽ ചേരുന്നത്? വൈറ്റ് കൂടുതൽ തരാം. എനിക്ക് ഈ സാരി ഒരുപാട് ഇഷ്ടമായത്. ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം അല്ലേ? സൂപ്പർ അല്ലേ? ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇത് ഉള്ള സാരിയുടെ വെറൈറ്റി ആയത് ഇത്. ഇതിന് പച്ച ബ്ലൗസ് ഇട്ടത് സൂപ്പർ ആയിരിക്കും. ഇത് കൊള്ളാം. എന്നാ ഈ സാരി ഇതിൽ ഏറ്റവും കൂടുതൽ ഈ സാരിയാണോ ഈ സാരിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇത്. അപ്പൊ ഇതാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? രണ്ടും രണ്ട്. ഓക്കെ. ഇതെങ്ങനുണ്ട്? ഇതൊരു വെറൈറ്റി. ഇതിന്റെ തുണിയുടെ വെറൈറ്റിയും കൂടെ ഉണ്ട്. അതൊന്നുമല്ല. അല്ല, ഇതിനൊരു പ്രത്യേകതരം പ്രിന്റ് ആയത്. ആ പ്രിന്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ചേരുവോ? മേശവിരിയൊന്നും ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇത്രയും കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ലേ? അവയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ ബ്ലൗസിന്റെ ഇതും കൂടെ ഇടുമ്പോഴേ പോലെ ഇരിക്കും ഇതിന്റെ ആ സാരിയുടെ ഭംഗി. ഇതെങ്ങനുണ്ട്? ഇതെങ്ങനുണ്ട്? ഇല്ലേ? ഇതെങ്ങനുണ്ട്? അടിപൊളിയല്ലേ? എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിന് വേണ്ട ഈ കളറ്, മറ്റേ ഗ്രീൻ കളർ ബ്ലൗസ് ഇല്ലേ വാവേ? ഗ്രീൻ കളർ ബ്ലൗസ് ഇട്ട് സൂപ്പർ ആയിരിക്കും. കൊള്ളാം. ഇല്ല, വൈറ്റ് ചേരത്തില്ല. എങ്ങനുണ്ട്? കൊള്ളാം. ഇനി ഇതെങ്ങനുണ്ട്?
പക്ഷേ അതൊക്കെ ഓക്കെ, ഇത് പലതിന്റെയും കളർ കാണും, അങ്ങനെ ആയിരിക്കുമല്ലോ. എന്നാലും സാരി എങ്ങനെയുണ്ട് അല്ലേ? ഇത് പക്ഷേ സാധാരണ ഡിസ്കൗണ്ട് റേറ്റിന്റെ സാരി അല്ലേ, ഇത് ബ്രാൻഡഡ് സാരിയാണിത്. ഇത് ബ്രാൻഡഡ് ആണ്, അതിന്റെ ഒരു വ്യത്യാസം കാണാനുണ്ട്. ഇതുണ്ടോ, കണ്ടോ? ആ തുണിയിൽ തന്നെ അതിന്റെ വ്യത്യാസം കാണാനുണ്ട്. വേണ്ടേ? ഇതിന്റെ പക്ഷേ വില 875 രൂപ, ഇച്ചിരി കൂടി. നമ്മൾ ആ പറഞ്ഞ 400, 500, 300 കൂടി 875. എന്നിട്ടും ഇതിന് 875 ഉള്ളൂ. എങ്ങനെയുണ്ട്? നല്ലല്ലേ? റെഡ് ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. ഇത് കൊള്ളാവേ? കൊള്ളാമോ? കൊള്ളാം. ഇതൊരു വെറൈറ്റി. ഇതെങ്ങനെയുണ്ട്? ഇത് പക്ഷേ ഷിഫോൺ സാരി ആണെങ്കിൽ ഇതിന് ഇച്ചിരി കട്ടിയുണ്ട്, അതായത് ഇതിന്റെ തുണിക്ക് വ്യത്യാസമുണ്ട്. ഇതിന്റെ തുണിക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ ഷിഫോൺ സാരിയാണ്, പക്ഷെ തുണിക്ക് വ്യത്യാസമുണ്ട്. കട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ്, നല്ല നല്ല രസമാണ് ഇത്, ഈ സാരി. ഇതൊരു ഒരു ഫേസ് ഒക്കെ, ഇത് നിറച്ച് ഫേസ് ആണ്, കാണാമോ? നിറച്ച് ഫേസാ. പക്ഷെ പെട്ടെന്ന് അത് തിരിച്ചറിയത്തില്ല. കൊള്ളാം. ഇതിനെത്ര രൂപയെന്ന് പറയാമോ? ഇതിനെത്ര രൂപയെന്ന് പറയാമോ? ഇതിനെത്ര രൂപയെന്ന്? അയ്യ, 290 രൂപയ്ക്ക്. 290 ഒന്നുമില്ല, 420 രൂപ. ഇത് പക്ഷെ ഡിസ്കൗണ്ട് റേറ്റ് അല്ല അവരിട്ടേക്കാൻ. 420 രൂപ ആയിട്ടുള്ളൂ. എന്നിട്ട് 420 രൂപയ്ക്ക് ഈ സാരി വളരെ ലാഭമല്ലേ? അല്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിനിപ്പോ ഒരു ഇതുണ്ട്, ഇതിന് ട്രെൻഡിങ് ആയിട്ട് പച്ച ബ്ലൗസ് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ഈ പച്ച കണ്ടോ, ഇതിന്റെ ലിപ്പിൽ വന്നിട്ട് പച്ച കളറാ വെച്ചേക്കുന്നത്, ആ ഫേസിന്റെ. വേണ്ട, കാണാമോ? അപ്പൊ ആ പച്ച ബ്ലൗസ് വേണമെങ്കിൽ ഇത് ഒരു ട്രെൻഡിങ് ആയിട്ട് ഇടാം. അപ്പൊ അതൊക്കെ. ഇനി എന്തുവാ? ഇനി ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? ഇതെനിക്ക് ഒരുപാട് ഏത് ആദ്യം എടുത്തതന്നെ. പക്ഷെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാരിയാ. ഇതിന്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? ഇതിന്റെ ഒരു കോംബോ നോക്കിക്കേ, ഓറഞ്ചും മജന്തയും. അവ ഇഷ്ടപ്പെട്ടോ? ആണോ? പിന്നെ ഞാൻ ഉടുത്തിട്ട് തരാം. ഇത് എത്ര രൂപ പറയാം? അയ്യോ, 300 രൂപ. ഇത് 760 രൂപ. ഇതിന് ഇച്ചിരി വിലയുണ്ട്, അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഇത് റിഡക്ഷൻ എടുത്തതല്ല, ഇത് എപ്പോഴോ എനിക്ക് ഇതിന്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട എപ്പോഴോ പോയപ്പോ എടുത്തതാ, ഇപ്പോഴെങ്ങും എടുത്തതുമല്ല. പിന്നെ ഈ പച്ച എങ്ങനെയുണ്ട്? ഇതിന്റെ ഒരു പച്ച കണ്ടിട്ട് ഈ കളർ എനിക്കില്ലായിരുന്നു. എനിക്കോ? ഒറ്റ കളർ സാരി എനിക്ക് ഓർമ്മയില്ല. ഒരു പിന്നെ ഒരു ഹോളൊക്കെ ഉള്ള. പക്ഷെ അതൊക്കെ ഒരു ഓർമ്മയില്ല, അതൊക്കെ എന്ത് ചെയ്യുന്നു. ഇതെങ്ങനെയുണ്ട്? അത് അങ്ങനെ ചിത്തിയാണെന്ന് തോന്നുന്നു, ചിത്തി കൊണ്ടുവന്ന സാരിയാണെന്ന്, ഒറ്റയ്ക്ക്. പക്ഷെ അതിലൊരു ചെറിയ ഈ അക്കൂബ മോഡല് ഒരു ഹോള് പോലൊക്കെ ഇല്ലേ, ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ എങ്ങോട്ട് പോയോ, ഒരു പിടിയില്ല. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇതും ബ്രാൻഡഡ് ആണ്. ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ചേരുവോ? ചേരുവോ? അവ ചേരുവോ? ചേരുവോ? ഇതിന്റെ വില ഇതിന് എത്ര രൂപയെന്ന് പറയാം? ഇപ്പൊ ഇത്രയും സാരി കണ്ടല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബ്രാൻഡഡ് ആണെന്ന്. ഇതിന് എത്ര രൂപയെന്ന്? ചേട്ടാ, ഇതിന് 800 ആണെങ്കിൽ ഇതിന് 600. അപ്പൊ ഞാൻ നോക്കട്ടെ. വിലയില്ലേ? 960 രൂപ. 960 ചേട്ടനപ്പം വില പറയാൻ അറിയാം. ഇതെങ്ങനുണ്ട്? ഞാൻ ഇത് എഴുന്നേറ്റ് നിന്ന് കാണിക്കാം.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളില് വൈറ്റും താഴെ താഴെയാണ് പൂക്കൾ വരുന്നത്. ഇനി ഇതിൽ നിറച്ചു പൂക്കളുള്ള ഒരു വൈറ്റ് കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഇതെങ്ങനെയുണ്ട്? ഇതിപ്പോ നമ്മൾ ഉടുക്കുമ്പോഴേ ഈ താഴെ ഇങ്ങനെ വരും, താഴെ ഇത് ഇത്ര ഇങ്ങനെ വരും, മേളില് ഈ വൈറ്റും വരും. എങ്ങനെയുണ്ട്? ഇതിലെല്ലാം എല്ലാ ബ്ലൗസും എല്ലാ കളർ ബ്ലൗസും ചേരും. അതാണ് ഈ സാരിയുടെ പ്രത്യേകത. ക്രീം അല്ല, ഓഫ് വൈറ്റ്. ഓഫ് വൈറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത് പ്യൂർ വൈറ്റ് ആണോ ഓഫ് വൈറ്റ് ആണോ? ആ ബ്രൈറ്റ്നെസ് വരും. ആ പ്യൂർ വൈറ്റിന് അത്രയില്ല, ഇത് അത്രയില്ല. ആ കൊള്ളാം. ഇത് പക്ഷെ വിത്ത് ബ്ലൗസ് ആണ്. അതായത് ഇത് ഇത് പല്ലു, ഇത് മുന്താണി, ഇത് വിത്ത് ബ്ലൗസ്. ഈ ബ്ലൗസിന്റെ ആവശ്യമില്ല അല്ലേ? ആ ഇത് വിത്ത് ബ്ലൗസാ വേണ്ട, ഇത് വിത്ത് ബ്ലൗസാ. നല്ല ചേരുമായിരിക്കും അല്ലേ? ഓക്കെ, സാരിയും കൂടെ അതും കൂടെ കാണിക്കാം. ഇതെങ്ങനെയുണ്ട്? ആ വെറൈറ്റിയാ. ഇതെല്ലാം ഒരേ ബ്രാൻഡഡ് സാരിയാ. ഇത് ഒരേ കമ്പനിയുടെ. ആ അത് തന്നെ അത് തന്നെ, ഇത് ഒരേ കമ്പനിയുടെ. അതാ അങ്ങനെ. ആ ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പോ ഈ സാരിക്ക് എത്ര രൂപയാണെന്ന് നോക്കിയില്ലല്ലോ. ഇതിന്റെ വില കണ്ടില്ല. ഇന്ന് പിടിച്ചേ അല്ല, നല്ല അഴുക്കല്ല, അത് ഫെയ്ഡ് ആയത്. അതിന് അവർ കുറച്ച് തന്നു. ഫെയ്ഡ് ആയതല്ല, അതിനെന്തോ ഒരു. ഇതെങ്ങനുണ്ട്? വെറൈറ്റി. കൊള്ളാം, ചേരൂ. ഇപ്പൊ ഇത്രയും സാരി എടുത്തിട്ടില്ലേ ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാരി? ഏതാ? പച്ചയും. ആ ഇത് ഇത് ഇതില്ലേ. പിന്നെ ഇത് ഈ കറുപ്പും വെള്ളയും ചേട്ടനൊന്ന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇത് ഇത് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് ഇത് കൊള്ളാം. ഇത് ഓക്കെ. ഇനി അടുത്ത ഷിഫോൺ സാരിയുടെ കളക്ഷൻസ് കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത ഷിഫോൺ സാരിയുടെ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ.